അറിഞ്ഞൂടാ മലയാളം. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എ ഡേ വിത്ത് ലൂസി. ലൂസി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. ലൂസി ആരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ലൂസി ആരാണ്? മനുഷ്യനാ? അതെ. വാ ലൂസിന്റെ അടുത്ത് പോവാം ഗൈസ്. കമോൺ ഗൈസ്, ലൂസി ആരാന്ന് ഞാൻ കാണിച്ചു തരും. ഇന്ന് ലൂസി മോനെ ഒരു രാവിലെ 7 മണിയായി. ലൂസി മോളെ നമ്മൾ എന്തെല്ലാം കെയർ ചെയ്യണമെന്നാണ് ഇപ്പോൾ അവനിത് കാണിച്ചു തരാൻ പോകുന്നത്. എത്ര സമയം ഇങ്ങനെ മുടി ചീക്കണം? 10 മിനിറ്റ്. 10 മിനിറ്റോളം ഇതിനെ ഇതിനെ ഇനി വാക്കിങ്ങിന് കൊണ്ടുപോവാണ്. എന്നാ റണ്ണിങ് ചെയ്യിച്ചാ നോക്കട്ടെ. റൺ വിത്ത് ലൂസി. ഇതാണ് റണ്ണിങ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനി കുറച്ച് നേരം ഇവന്റെ സ്നേഹപ്രകടനങ്ങളാണ്. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ അസൂയ വരുന്നുണ്ട്. ഇവന്റെ ഫേവറേറ്റ് ലൂസിയാണ്. നിന്റെ ഫേവറേറ്റ് ആരാണ്? അല്ല, ഈ പൂച്ചയിൽ ഇവൾ ഇങ്ങനത്തെ ഒരു മൊയന്താന്ന് ഗൈസ്. ഇങ്ങനെ മനുഷ്യനെ പറയൂ. പിന്നെ ഇതിനെ തൊടാൻ എനിക്ക് ധൈര്യം ഉണ്ടോ ഗൈസ്? എത്രയോ ആളെ കടിച്ച നായിയാണ്, പക്ഷെ ഇവക്ക് പേടിയില്ല. കാരണം ഇത് ഇവളുടെ നായിയാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിലൊക്കെ പൂച്ചയും നായിയും തമ്മിൽ ഇത്ര സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? ചോട്ടു ആൻഡ് പൂച്ചാസ്. ഗൈസ്, ചോട്ടുവും ലൂസിയും തമ്മിൽ ദേഷ്യത്തിലാണ്. ഇവളെ എന്ത് മലയാളത്തിൽ വേർഡ് പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. നോക്കേ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇംഗ്ലീഷ് പറ. ഫാനാ? സ്വിച്ചാ? മലയാളമല്ല, ഇംഗ്ലീഷ് എന്തെങ്കിലും പറഞ്ഞാ നോക്കട്ടെ. ഇംഗ്ലീഷ് ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ലൂസിനെയും ലൂണയും ഒക്കെ ഇളക്കി വിടുക. ഇനി കുറച്ച് നേരം അത് ലോക്ക് ചെയ്യട്ടെ. ഇളക്കി വിട്, ഇങ്ങനെ സ്നേഹിക്കല്ലേ ഗൈസ്. നമ്മള് ലൂസിന്റെയും ലൂണന്റെയും കോമ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതായിപ്പോ അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ ഓടിച്ചാടി കളിക്കുകയാണ്. ചോട്ട് മാത്രം കൂട്ടുകയാണ്. അവനു നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവന്റെ ഡാൻസ് നിങ്ങൾക്ക് കാണണോ? ഇതാ നോക്കൂ, ഇങ്ങനെയുണ്ട് ഗൈസ് ഇവന്റെ ഡാൻസ്. നിങ്ങൾ കമന്റ് ഇൻ ബിലോ. ലൂസി പോയ ഗ്യാപ്പിൽ, അതായത് ലൂസിനെ വാക്ക് ചെയ്യാൻ വിട്ട ഗ്യാപ്പിൽ നമുക്ക് ഇപ്പൊ രാവിലെ തിരുവനന്തപുരം പോയി വന്നതാണ്. അപ്പൊ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ ഇവനോട് ചോദിക്കാം. ഇവന്റെ ഏച്ചിക്ക് ഒരു ഡാൻസുമായി ബന്ധപ്പെട്ടാണ് ഇവൻ പോയത്. അപ്പൊ തിരുവനന്തപുരം എങ്ങനെയുണ്ടായിരുന്നു? വൃത്തിയില്ലാത്ത സ്ഥലം. അങ്ങനെ പറയരുത്. ശരിക്കും അങ്ങനെയല്ല. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? രസം ഉണ്ടായിരുന്നോ? എവിടെയെല്ലാം പോയി? സൂവിൽ പോയി എന്ന് പറയുന്നത്. സൂ എങ്ങനെയുണ്ടായിരുന്നു? പാർക്കിലാ പോയെ? പാർക്ക് എങ്ങനെയുണ്ട്? ബീച്ചിൽ പോയിന? കോവളം ബീച്ച് ഇല്ല. പിന്നെ എവിടെയെല്ലാം പോയേ? ഹോട്ടലില്, ബീച്ച്, ബീച്ചല്ല, പാർക്ക്, അമ്പലത്തിൽ പോയില്ലേ? വേറെ ഒന്നുമില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ ബൈ.